എല്ലാവർക്കും DLS യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊട്ടിക്കൂ, കമൻറ്റ് ചെയ്യൂ. ഇതെല്ലാം ചെയ്യുക. നമ്മളിവിടെ ഗ്രാൻഡ് മൊബൈൽ എന്ന് പറയുന്ന ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് മൊബൈൽ RP. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കണം. അതാണ് എനിക്കിന്ന് എത്ര ദിവസം ഇത് കളിക്കുന്നത്. ലൈസൻസ് ഇപ്പോൾ സാധനം എനിക്ക് എടുക്കാനായിട്ടില്ല. പൈസ വേണം, ലൈസൻസ് വേണം. തലയ്ക്ക് വട്ട് പിടിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ തന്നെ എത്ര വാടാ. അപ്പോൾ അതിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വരുമായിരിക്കും. എൻ്റെ പൈസ 34 രൂപയാണ്. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ അവസ്ഥ നമുക്ക് മൈനിൽ പോകണം. മൈന് അവിടെ പോയി മൈന് ഇവിടെ ഇടുന്നുണ്ടോ? ഇതിലാന്ന് തോന്നുന്നു മൈനിങ്ങില്ല. ഇതിലാണ് ഇതിലിതായിരുന്നു ഫണ്ണായിട്ട് വെച്ചിട്ടായിരുന്നു മൈന്. അല്ല അതിലെന്തിനാണ് സോറി ഡാൻസ് നെക്സ്റ്റ് കൊടുക്കുകയാണ് മാർക്ക്. മൈനിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കാം. എൻ്റെ ഭഗവാനേ, നമുക്ക് ഓടി അങ്ങോട്ട് എത്തണം. അയ്യോ, നമുക്ക് അന്നത്തെ ഇങ്ങോട്ട് ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. ആദ്യം ഞാൻ അതൊന്ന് അടയാളപ്പെടുത്തണം, എന്നാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സെറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാപ്പിൽ കാണാൻ നമ്മൾ ഇങ്ങനെയാണ് വന്നത്. അത് ചാടി പോവാം. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇല്ല, എന്ത് പാടാണിത് ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എനിക്ക് മൈനിൽ പോയി പൈസ ഉണ്ടാക്കിയിട്ട് ലൈസൻസ് എടുക്കണം. എന്നിട്ട് വേണം കാറിൽ ഓടിക്കാൻ. കയറി ഞാനിപ്പോൾ വീട്ടിൽ കുടുങ്ങിയാണ്. ഓക്കെ, കയറിക്കോ. എന്നിട്ട് നമ്മൾ മതിലെല്ലാം ചാടി പോകുന്നതാണ്. നോക്കുകയാണല്ലേ. നമുക്ക് നേരെ റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ചുറ്റി വളഞ്ഞു പോകണം. അതിനെക്കാട്ടും ബെറ്റർ വണ്ടി പോലെ വീടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ മൂട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണ് ചൂടാകുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു വീട്ടിനടുത്ത് കഴിഞ്ഞു. മാഡ് ഔട്ട് 2 എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഇതായിട്ട് ഇപ്പോൾ അടുത്ത വീഡിയോ എടുക്കുകയാണെന്നത്. ഒരു ഫോൺ നല്ല ചൂടാകുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡിങ്ങിലാണ്. മാഡ് ഔട്ട് 2 ചിലപ്പോൾ അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാത്തില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് ഫുള്ളാണ്. പുറക്കാൻ എനിക്കാവില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി തപസ്സിരിക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോയി അപ്പോഴത്തേക്ക് യെസ് തളയരുത്. ചാടിക്കോ. വലിയ തടസ്സം ഹിമാലയ. എന്നോട് എൻ്റെ അനിയന്മാരുണ്ട്. നമ്മൾ ചാടി തവളേനെ പോലെ ആവുമെന്നാണ് എനിക്ക് ലാസ്റ്റ് തോന്നുന്നത്. എനിക്ക് ഒരു റേഷൻ കറിയാം. വേണ്ട മോനെ, എനിക്കാവില്ല. ചാടി പോകും നമ്മുടെ കുഞ്ഞിത്തവള. മറ്റേ മാപ്പ് നോക്കട്ടെ. ഞാൻ എനിക്ക് പുറത്ത് ദിസ് ഈസ് ഡെഡ് എൻഡ്. ഇത് പുറത്ത് ഇങ്ങനെ പോകുന്നത് നമ്മൾ കുടുങ്ങും. എനർജി ഫുള്ളാട്ടോ. തളർന്ന് കണ്ട വേഗം എനർജി ഫുള്ളാക്ക്. നമുക്ക് വേഗം പോകണ്ടേ. തടിക്കോ എൻ്റെ വന്നില്ല. ഉറക്കം കളിക്കോ. ഞാൻ ചപ്പുമാണ്.
നമുക്ക് ആദ്യം മൈനിൽ പോയി പൈസ ഉണ്ടാക്കണം. അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് 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 എന്താ പറയുക ലൈസൻസ് എടുക്കാൻ. എന്നിട്ട് വേണം പറ്റുമെങ്കിൽ ഒരു കാറോ ബൈക്കോ സ്കൂട്ടറോ വാങ്ങണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഞങ്ങളെന്തിനാ ഉണ്ടാതിരിക്കല്ലേ? ഞങ്ങളൊന്നും ഉണ്ടാതിരിക്കല്ലേ ചെയ്തത്? ഒന്നും പറയുന്നില്ലല്ലോ. അത് അത്രയും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് കിട്ടും. ഇവർക്ക് മിണ്ടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊരു വിഷമ പരാതി. എന്തിക്കോടാ നാണമുണ്ടോ? നാളല്ല എന്താ മിണ്ടണ്ട? അതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുണ്ടാക്കണം. ഗേസ്, ഞാൻ നിങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും നന്നാവാതെ. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഗേസ്, നമ്മുടെ സ്ഥലത്ത് എത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, ലോങ് ടൈം അവനാണ് ചാടുന്നെങ്കിൽ തളർന്നതാണ്. ഇത് ഭയങ്കര പാണ് കേട്ടോ. ചാടി 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 അപ്പുറത്തെ കണ്ടം വരെ ചാടി. പണിയെടുക്കണ്ടേ? ഇനി പണിയെടുക്കണം ഗേസ്. പണിയെടുത്ത് പട്ടിനെ പോലെ പണിയെടുക്കണ്ടേ? ഒരു വിധത്തിൽ ഇനി ഇത് ചാടിക്കയറാൻ പറ്റില്ലെങ്കിലോ? ഏതോ റേസിംഗ് കാറാ. അതിൻ്റെ ഒരു ലൈസൻസ് എടുത്ത് കാറെടുത്ത് പോയിരിക്കും. അതന്നെ. ഓടിക്കോ. ഒരുമാതിരി കട്ട കുപ്പ എനിക്ക് ഇതിന് ഇഷ്ടപ്പെടുന്നില്ല. പണിയെടുക്കാൻ നോക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു കട്ട കുപ്പായം. നമുക്ക് എന്തെങ്കിലും പണം ഫീൽഡ് 1 ഫീൽഡ് 2 ഫീൽഡ് 2 സെലക്ട് കൊടുക്കാം. നമ്മൾ ഫീൽഡ് 1 ഓക്കെ. നമുക്ക് ഫസ്റ്റ് അങ്ങോട്ടാണ് തോന്നുന്നു പോകണ്ട. ചാടിക്കോ, ഓടിക്കോ, ചാടിക്കോ. അത് ഇവനെ ഫീൽഡിൽ പോയി. അവൻ അങ്ങോട്ടാണ് പോയത്. അന്ന് നമുക്ക് ഇങ്ങോട്ട് പോവാം. അങ്ങനെ ശരിയില്ല ആൾ അല്ലേ? സെലക്ട് സ്റ്റാർട്ട് വർക്ക്. നമുക്കിതിൽ എന്തൊക്കെയോ കല്ല് കിട്ടുന്നുണ്ട്. വെറും കല്ല് പൊട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നടക്കാം. എൻ്റെ മോനെ എന്ത് ഗേസ്, നമ്മളിതാ നമ്മളെ പെട്ടെടുത്തിട്ട് പോകണേ. അങ്ങോട്ടേക്ക് രണ്ടാൾക്കാർ അങ്ങനെ നമുക്ക് 57 റുപ്യ കിട്ടിയിട്ടുണ്ട്. ഈ സെലക്ട്. നമുക്കിങ്ങനെ വർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കട്ടാ. 57 രൂപ. നമ്മളങ്ങനെ കുറച്ച് സമയം ജോലി ചെയ്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം പൈസ 250 രൂപയാണ് നമ്മൾ ലൈസൻസിനുള്ളത്. നമ്മൾ കിട്ടുന്ന പൈസ കിട്ടിയിട്ടില്ല. നമുക്ക് അയാളടുത്തേക്ക് പോകേണ്ടതുണ്ട്. ശരി, നമുക്ക് കൂടി പോവാം. നമ്മൾ അയാളാണ് നിൽക്കുന്നുണ്ട്. നോക്കാം. ജോബ് കൊടുക്കാണ് 619 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 34 റുപ്യുള്ള ഞാൻ നമുക്ക് ലൈസൻസ് എടുക്കാൻ പോകണം. ഗേസ്, നമുക്ക് ഇതെടുക്കണം. എന്നിട്ട് കൊടുക്കണ്ടേ? ഇതാണോ എനിക്കറിഞ്ഞത്? നോക്കട്ടെ. ചുറ്റി മാപ്പിൽ ഇങ്ങോട്ടാ പോന്നെ. ഇങ്ങോട്ടാ ഉണ്ടോനെ നല്ല വാർന്നല്ല. നമ്മളൊരു സാധനം വണ്ടി വേറെ ലൈസൻസ് കാലത്ത് ആൾക്കാർക്കും പോയ
ഇങ്ങനെ പോകുന്നത്? അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് ലൊക്കേഷൻ്റെ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ദൂരം പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ചാടി ലൈസൻസ് എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. നമുക്ക് ലൈസൻസ് എടുക്കണ്ടല്ലേ. എന്നാലും നമുക്ക് ടാക്സി ഡ്രൈവറായി ജോലിയൊന്നും ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് വേണം കാറൊന്ന് വാങ്ങാൻ. എന്നാൽ നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് ചാടി വന്നു. ഗണ്ണിന് ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പില്ല. ഞാൻ ഡൗട്ട് പറഞ്ഞതാണ്. ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ ഒരു കാറിൻ്റെ കുത്ത് വന്ന് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. ഓക്കെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സ്ഥലത്ത് എത്തിപ്പോയിരിക്കുന്നു ഗേസ്. നമ്മളിങ്ങനെ ചാടി പോകുന്നുണ്ട്. അത്ര നേരത്തെ കഷ്ടപ്പാടാണ് ഇപ്പോഴൊന്നും സന്തോഷമായത്. ഇവൻ്റെ ഓടി കത്തിച്ചുണ്ട. അയ്യോ, ഇവിടെ ഒരു ബുക്കുണ്ടാവും ലൈസൻസ് അതിൻ്റെ. ഞാനൊന്ന് പഠിക്കട്ടെ. കണ്ടോ, ലൈസൻസ് കിട്ടി ഗേസ്. ഞാൻ 3 മണിക്കൂർ കുറേ തവണ ലൈസൻസ് ഞാൻ തൂറ്റി മറ്റേ മൈലിൽ പോയി 4 അങ്ങനെ മൈലിൽ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ലൈസൻസ് എടുക്കണം ഗേസ്. ഫസ്റ്റ് എൻജിൻ സ്റ്റാർട്ടാക്കണം. എൻജിൻ സ്റ്റാർട്ടാക്കുക. നമുക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് നമുക്കിനി ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം. കാറിൽ വണ്ടി എടുക്കുന്നുണ്ട്. എടുക്കാൻ പറ്റും. ടാക്സി അല്ല, അത് നമുക്ക് ഏതൊരു വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ആദ്യം വണ്ടി എടുത്തിട്ട് ആൾക്കാർ ടാക്സി അത് എനിക്ക് ഓടിക്കാൻ വേണ്ടത്. ലോക്കിട്ടില്ല, ഞാൻ കയറി.
ടാക്സി ഡ്രൈവർ ആവാ. ജോബ്സ് നെക്സ്റ്റ് ടാക്സി ഡ്രൈവർ കൊടുക്കട്ടെ. മാർക്ക് ഇത്രയും ദൂരം പോകണല്ലേ. വാ നമുക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ലൈസൻസ് ഗേസ് ഇത്രയും ദൂരമുണ്ട്. ഞാൻ അടുത്തിട്ട് കാണിക്കാം ഗേസ്. അങ്ങനെ നമ്മൾ ചാടി ടാക്സിൻ്റെ സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കന്നെ ചാടി പോവേണം കുറേ ദൂരം. ചാടി പോവാം, ഇനിയും ദൂരെ പോവാം. ടാക്സി ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കാം. ടാക്സിയുടെ ഇതാണ് ഇഷ്ടംപോലെ ടാക്സി എടുക്കുന്നില്ല. ആ വൈറ്റ് മതി. ഇത്ര ഊളയാ നമുക്കുള്ള ടാക്സി. നമുക്ക് കറക്റ്റ് കാറമ്മളെടുത്ത് ഓടിക്കാൻ പറ്റില്ല. ഇവിടെ കയറണ സ്റ്റോർ. ഇത് പറ്റൂല. പറയുന്നില്ല കേസ്, ഇത് പറ്റൂല പോലും. അതെടുത്തോലോ. അവിടെ ഒരു വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് കയറാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? അപ്പുറത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ. ആ ബസ് ഇല്ല നോക്കിട്ട് ഇല്ലേ. അതാ പറയാ. ചാവി വേണം. ചാവി ഇതിൽ കിടന്നത് താഴുണ്ടോ ദൂരെ അപ്പളെ കൊട്ടുള്ളേ. തേങ്ങ പോലെയാ കിട്ടുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക. ബൈക്ക് വണ്ടി കിട്ടുമല്ലേ. കിട്ടുമോ? ബൈക്ക് കിട്ടുമോ നമുക്ക്?
BMW ഇത്. മൊത്തം ചാവി ഇവിടെ വെച്ച് പറഞ്ഞിക്ക്. കാറിലിതുണ്ടെന്നൊക്കെ ഇവിടെ ഇറങ്ങി വെക്കാം. കാറിലോട്ടെ ഇവിടെ ബാക്കിലല്ലോ മുമ്പിൽ നോക്കിടാൻ പറ്റുമോ? നോക്കിടാൻ പറ്റില്ല, വേഗം പോയിട്ട് വരണം. പൊട്ട വണ്ടിയൊന്നും ഇല്ലേ? പൊട്ട വണ്ടി പൈസ കുറവ്, നല്ല ഭയങ്കര പൈസ അല്ല. നമുക്ക് ടാക്സി ആൾക്കാരെ കൂട്ടണ്ടേ? അവിടെ അത് കിട്ടില്ല. സ്കൂട്ടർ വാങ്ങിയാൽ പോരെ? കാറിന് വേണമെന്നുണ്ടോ? സ്കൂട്ടർ മതി. അത് നമുക്ക് നോക്കട്ടെ. നെക്സ്റ്റ് സ്കൂട്ടറിന് നമുക്ക് നടന്നോണ്ട, കാറ്റിൽ പോയത്. മോട്ടോർ സൈക്കിൾ ഷോപ്പ് മാർക്ക്. വാ സ്കൂട്ടർ കിട്ടിയ ഞാൻ ഫാമിലി മെമ്പറാണ്, എനിക്കൊരു സ്കൂട്ടർ വേണം. ഇതിനെത്ര? ഇതിന് വാങ്ങും. ഇത് സൈക്കിളോ? സൈക്കിൾ വാങ്ങിയതോ? എന്ത് പറയുന്നു? എനിക്കത്ര പൈസ ഇല്ലാന്ന്. ഈ സ്കൂട്ടറിന് നല്ല പൈസ ഉണ്ട്. പൈസ എത്രയാ? ഗേസ് നമ്മൾ എത്ര പേരേ ഉള്ളൂ? ഗേസ് വെൽക്കം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, സീ യു.